ഹലോ എവരി വൺ. ഇപ്പോൾ കുറച്ച് ദിവസമായി എനിക്ക് ചാനലിലേക്ക് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു നാടൻ സ്റ്റൈലൊരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കി. അതിൻ്റെ റെസിപ്പി നോക്കിയാലോ? ഞാനിത് നമ്മുടെ സാധാരണ ചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത്. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ജീരകം ആഡ് ചെയ്ത് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഉള്ളി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഉള്ളി ഒന്ന് വഴണ്ടി വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറൊന്നും മാറി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. എത്രത്തോളം കറിവേപ്പില നിങ്ങൾ ആഡ് ചെയ്യുന്നോ അത്രയും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. ഞാനിതിൽ അത്യാവശ്യം നല്ലോണം കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു സമയമാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്യാം. ഈ പേസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല ഞാനിപ്പോൾ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പൊടികളെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഞാനിതിൽ ഏകദേശം ഒരു 2 ടീസ്പൂണിന് വീതം വെച്ചിട്ടാണ് ഇടുന്നത്. ഒന്നും സെറ്റായി വന്നാൽ നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് നമ്മൾ ഓൾറെഡി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്ത് വെച്ച് മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടിയാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി നമുക്കിത് കുറച്ച് ഉപ്പും കൂടി പാകം നോക്കിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എനിക്ക് ആ സമയത്ത് ഉപ്പ് വേണമായിരുന്നു, അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തു. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നതെന്ന് വെച്ചാൽ കുറച്ച് മല്ലിപ്പൊടിയാണ്. അതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 2 ടീസ്പൂൺ ആ ഒരു രീതിയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കേ. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നതുകൊണ്ട് തന്നെ ഞാനിപ്പം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ എല്ലാം വെള്ളം ഒഴിച്ചിട്ട് കൂടി അത് പെട്ടെന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നേ. ആ ടൈമിൽ ഞാൻ കുറച്ച് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. ചിക്കൻ ആഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് വേണമെങ്കിൽ ഇടാം. കാരണം വെച്ചാൽ ഞാൻ ഇതിൽ ചിക്കൻ വേറെ ഒന്നും മാരിനേറ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ്ലി ഇടുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി ചിക്കൻ്റെ അകത്ത് നമുക്ക് എന്തായാലും സ്റ്റോക്ക് ഇറങ്ങി വരും. പക്ഷേങ്കിൽ അതിന് പുറമെ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചട്ടി പെട്ടെന്ന് ചൂടായാൽ വേഗം ഡ്രൈ ആവേണ്ട ചാൻസ് ഉള്ളതുകൊണ്ടാണ്. അത് കഴിഞ്ഞൊരു 10 മിനിറ്റിന് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കുന്ന സമയത്ത് ഈ ഒരു പരുവത്തിലാണ് ഉണ്ടായത്. കുറച്ച് നീരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ അകത്തുനിന്ന്. അപ്പം ഈ സമയത്ത് ഞാൻ കുറച്ച് കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പച്ചമുളകിൻ്റെ ഒക്കെ എരിവ് നല്ലോണം ഉണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല. ഞാനിതിൽ നോക്കുന്ന സമയത്ത് എനിക്ക് ഇച്ചിരി കൂടി വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി കുരുമുളക് ആഡ് ചെയ്ത് പിന്നെ ഒരു 5 മിനിറ്റിന് ശേഷം കുറച്ച് തൈരാണ് ആഡ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും എൻ്റെ ചിക്കൻ ഏകദേശം ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ടായിരുന്നു. തൈര് ഇട്ട് കഴിഞ്ഞാൽ ഇതെന്തോ ഒരു നല്ലൊരു കുറുകിയ പോലത്തെ ഒരു ഗ്രേവി ആയിട്ട് എനിക്ക് തോന്നലുണ്ട്. എനിക്ക് തൈരിടുന്നതും ഭയങ്കര ഇഷ്ടമാണ്, നോണിൻ്റെതെല്ലാം. പക്ഷേ അതത്ര ഹെൽത്തി അല്ല എന്ന് പറയപ്പെടുന്നു, പക്ഷേ എനിക്കിഷ്ടമാണ്. തൈരും കൂടി ആഡ് ചെയ്ത് ഒരു 10 മിനിറ്റും കൂടി ഞാൻ വെച്ചു കേട്ടോ. 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുള്ള പരിപാടി നിങ്ങളിപ്പോൾ കാണുന്നത്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ടേസ്റ്റ് നോക്കുന്ന സമയത്ത് എല്ലാം എനിക്ക് പാകമായിട്ടാണ് തോന്നിയത്.